വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളുടെ ഇവിടെ സംവദിക്കാൻ വേണ്ടിയാണ് ഇന്നിങ്ങനൊരു മാധ്യമപ്രവർത്തകരെ കാണണം എന്നൊരു തീരുമാനം പാർട്ടി എടുത്തത്. NDA സഖ്യത്തിൽ പാർട്ടി കേരളത്തിൽ പ്രവർത്തിച്ചു വരികയാണ്. ഏകദേശം 35ഓളം വർഷമായി കേരളത്തിൽ ശിവസേനയ്ക്ക് കേരള ഘടകം രൂപം കൊണ്ടിട്ട് പാർട്ടിയെ ഇന്ന് നയിക്കുന്നത് അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർജിയുടെ നേതൃത്വത്തിലാണ്. തിരഞ്ഞെടുപ്പ് വരിപ്പം പോവുകയാണ്. സംസ്ഥാനത്ത് മുൻകാലങ്ങളിലൊക്കെ നടന്ന തിരഞ്ഞെടുപ്പുകളിൽ ശിവസേനയെ സംബന്ധിച്ചൊരു വേറിട്ട പാതയിലൂടെ സഞ്ചരിച്ചൊരു പാർട്ടിയാണ്. രാഷ്ട്രീയത്തിന് മുഖ്യ പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ജീവകാരുണ്യ സാമൂഹ്യ പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി മുൻഗണന കൊടുത്തിരുന്നത്. പക്ഷേ ഭാരതത്തിൽ ഉണ്ടായിട്ടുള്ള കുറച്ച് കാലങ്ങളായിട്ടുണ്ടായ മാറ്റം, ആ മാറ്റത്തിൻ്റെ അലൂരികൾ കേരളത്തിലും വന്നു തുടങ്ങി. ആ മാറ്റത്തിനൊപ്പം സഞ്ചരിക്കേണ്ടത് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണെന്ന തിരിച്ചറിവാണ് പാർട്ടി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ഊന്നൽ കൊടുത്തുകൊണ്ട് NDA സഖ്യവുമായി ചേർന്ന് പ്രവർത്തിക്കുകയാണ്. തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് NDA സഖ്യവുമായി നടന്ന ചർച്ചകളും തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യവും വിശദമായി നിങ്ങളോട് സംസാരിക്കുന്നതിന് വേണ്ടി ബഹുമാനിയായ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ അവരെ ക്ഷണിക്കുന്നു. ശിവസേനയുടെ നേതൃത്വത്തിൽ ഈ നടക്കാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എല്ലാ ജില്ലകളിലും നടക്കുന്ന മുന്നൊരുക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് തൃശ്ശൂർ ജില്ലയുടെ ഒരു കൺവെൻഷനും അതിനു മുന്നോടിയായി ഒരു സംസ്ഥാന കമ്മിറ്റി യോഗവും ഇവിടെ ചേർന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധം. അപ്പോൾ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ NDA നേതൃത്വം നൽകുന്ന NDA ചെയർമാൻ ശ്രീ രാജീവ് ചന്ദ്രശേഖർ നേതൃത്വം നൽകുന്ന മുന്നണി സംവിധാനത്തെ ശക്തിപ്പെടുത്തി ഈ തെരഞ്ഞെടുപ്പിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുക എന്നൊരു വലിയ ഉത്തരവാദിത്തമാണ് എല്ലാ ഘടകകക്ഷികളെ സംബന്ധിച്ചുള്ളത്. അപ്പം അതിൻ്റെ ഭാഗമായി 14 ജില്ലകളിലും കൺവെൻഷനുകൾ വിളിച്ചു ചേർത്ത് 2 ആഴ്ചയ്ക്കുള്ളിൽ കൺവെൻഷനുകൾ പൂർത്തിയാക്കി ബൂത്ത് തലം വരെ പാർട്ടിയെ തെരഞ്ഞെടുപ്പിന് മുന്നണിക്കൊപ്പം സജ്ജമാക്കുക എന്നൊരു തീരുമാനമാണ് ഇന്ന് ഇവിടെ ചേർന്ന സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ മുഖ്യമായും എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കറിയാം, കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ ഇടത് വലത് മുന്നണികൾ നടത്തിയ പ്രീണന രാഷ്ട്രീയം, വികസനത്തെ അകറ്റി നിർത്തിക്കൊണ്ട് പ്രീണനത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇടത് വലത് മുന്നണികൾ നടത്തിയ ആ രാഷ്ട്രീയത്തിന് എതിരായി ഈ കേരളത്തിൽ മാറ്റം കൊണ്ടുവരാൻ വേണ്ടി നമ്മളും മാറുന്നു, അല്ലെങ്കിൽ കേരളം മാറുന്നു, വികസിത കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇന്ന് NDA ഈ തെരഞ്ഞെടുപ്പിന് സജ്ജമായിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായി നമ്മൾ കഴിഞ്ഞ 11 വർഷക്കാലമായി നരേന്ദ്രമോദി സർക്കാർ കേന്ദ്രത്തിൽ നടപ്പിലാക്കിയ വികസന പ്രവർത്തനങ്ങൾ, ആ വികസന പ്രവർത്തനങ്ങൾ കേരളത്തിൽ ഏതെല്ലാം മേഖല വരെ എത്തിച്ചു. അപ്പോൾ ആ ഒരു വ്യക്തമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടുകൂടി വ്യക്തമായ വികസന പദ്ധതികളോടുകൂടിയാണ് ഇപ്പോൾ NDA ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അപ്പോൾ ഇന്നലെ തന്നെ UDF നടത്തിയിട്ടുള്ള വാഗ്ദാന പ്രഖ്യാപനങ്ങൾ നമ്മൾ കണ്ടു. കേരളത്തിൽ നഷ്ടത്തിലോടുന്ന KSRTCയിൽ വനിതകൾക്ക് സംവരണം, അതുപോലെ ഇപ്പോൾ പിണറായി സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ക്ഷേമ പെൻഷൻ 3000 രൂപയായി ഉയർത്താൻ പോകുന്നു. എന്നതിന് അതിലേറെ സന്തോഷകരമായിട്ടുള്ള കാര്യം, വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ വെച്ച് സ്റ്റൈഫൻഡ് നൽകാനുള്ള തീരുമാനം. അപ്പോൾ ഇതെല്ലാം UDFിൻ്റെ
പ്രഖ്യാപനങ്ങളായി വന്നിട്ടുണ്ട്. പക്ഷേ ഇതിനുള്ള ഫണ്ട് എവിടെയെന്നാണ് NDAയ്ക്കും ശിവസേനയ്ക്കും ചോദിക്കുക. അപ്പോൾ ഇതുപോലെയുള്ള ഇന്ന് കോടിക്കണക്കിന് ആയിരക്കണക്കിന് കോടി രൂപയുടെ നഷ്ടത്തിലായി കടബാധിതരായി നിൽക്കുന്ന ഒരു സംസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. അപ്പൊ ശിവസേന ആവശ്യപ്പെടുന്നു, ഇവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ സ്ത്രീകൾ വാഹനങ്ങളിൽ KSRTC സഞ്ചരിക്കുന്നവരുണ്ടാവും, നിങ്ങൾ അവർക്ക് സൗജന്യം കൊടുക്കൂ. അപ്പൊ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ള നിരവധി വീട്ടമ്മമാർ, സ്ത്രീകൾ, അവർ ഇരുചക്ര വാഹനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ പറയുന്ന ഈ പ്രഖ്യാപനങ്ങളിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ, നിങ്ങൾ അധികാരത്തിൽ വന്നാൽ വരുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിങ്ങൾ ആദ്യം പറയേണ്ടത് ഇവിടെ പെട്രോളിനും അതുപോലെ ഇന്ധനങ്ങൾക്കും വാങ്ങുന്ന അധിക തീരുവ സംസ്ഥാനത്ത് അത് കുറയ്ക്കുമെന്നുള്ളൊരു പ്രഖ്യാപനമാണ് ഇവിടുത്തെ സർക്കാർ അല്ലെങ്കിൽ ഇവിടുത്തെ പ്രതിപക്ഷം നടത്തുന്നത്. അപ്പോ NDA പറയുന്ന അല്ലെങ്കിൽ NDA മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികൾ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന പ്രകടന പത്രിക, നമ്മൾ ഈ 11-ാം തീയതി ആദരണീയനായിട്ടുള്ള പ്രധാനമന്ത്രി കൊച്ചിയിൽ വെച്ച് NDAയുടെ പ്രകടന പത്രിക അല്ലെങ്കിൽ NDAയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് വിവിധ പദ്ധതികൾ അന്ന് പ്രഖ്യാപിക്കും. അപ്പൊ അതിൽ വ്യക്തതയുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികളുടെ തുടർച്ചയാണ് കേരളത്തിൽ നടപ്പിലാക്കാൻ പോകുന്നത്. അത് റെയിൽവേ വികസനമായിരുന്നാലും ഹൈവേ വികസനമായിരുന്നാലും മറ്റ് ഇതര തീരദേശ മേഖലയിലുള്ള ജനങ്ങളുടെ അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കണ്ടുകൊണ്ടുള്ള പദ്ധതികൾ, അതാണ് NDA മുന്നോട്ട് വയ്ക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് ഉറച്ച വിശ്വാസമുണ്ട്, NDA മുന്നണി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റമുണ്ടാകും. നമ്മൾ പറയുന്നത് അതിശയോക്തിയല്ല, 40 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ഇവിടെ ഭരണം നേടുന്ന ഒരു അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ ആര് ഭരിക്കണമെന്ന തീരുമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കേരളത്തിൽ ഒരു മുന്നേറ്റം NDA മുന്നണി ഉണ്ടാക്കുമെന്ന് തന്നെയാണ് നമ്മൾ ഉറച്ചു വിശ്വസിക്കുന്നത്. അപ്പോൾ അതിൻ്റെ NDAയുടെ പ്രധാന ഘടകകക്ഷിയായിട്ടുള്ള ശിവസേന ഈ 140 മണ്ഡലങ്ങളിൽ 14 ജില്ലകളിലായി 15 സീറ്റുകളാണ് NDAയോട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. NDA നേതൃത്വം നൽകുന്ന BJPയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള തുടർ ചർച്ചകൾ നടന്നു വരികയാണ്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിൽ തന്നെ തീരുമാനമുണ്ടാകും. അപ്പോൾ അതുപോലെ തന്നെ ഇന്ന് ഈ NDAയുടെ അല്ലെങ്കിൽ ശിവസേനയുടെ സംസ്ഥാന കമ്മിറ്റി യോഗത്തിലെടുത്ത തീരുമാനങ്ങൾ, അത് ഇന്നിവിടെ അതിനെ കുറിച്ച് വിശദമായി പാർട്ടിയുടെ സംസ്ഥാന വക്താവ് കൂടിയായിട്ടുള്ള ശ്രീ TR ദേവൻ ജി അദ്ദേഹം വിശദീകരിക്കും. ഞാൻ അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. പാർട്ടിയുമായിട്ടുള്ള സീറ്റ് ഉഭയകക്ഷി ചർച്ചകൾ പുരോഗമിക്കുകയാണ്. പാർട്ടിയുടെ ഏതാനും സ്ഥാനാർത്ഥികളെ കൂടി ഇവിടെ പ്രഖ്യാപിക്കുകയാണ്. നമ്മളിപ്പോൾ തിരുവനന്തപുരം ഉൾപ്പെടെ 15 സീറ്റുകളാണ് NDA നേതൃത്വത്തോട് ശിവസേന കേരളത്തിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. കാരണം അതിനുള്ള അർഹതയുണ്ട് പാർട്ടിക്ക്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞ 35 വർഷത്തെ ഞങ്ങളുടെ പ്രവർത്തന പാരമ്പര്യം കേരളത്തിൽ. ധാരാളം പാർട്ടികൾ ഇപ്പോൾ NDAയിൽ ജോയിൻ ചെയ്യുകയാണ്, ചെറുതും വലുതുമായി. NDA രൂപം കൊണ്ട കാലം തുടങ്ങി ദേശീയ തലത്തിൽ 95 മുതൽ BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന പ്രസ്ഥാനമാണ്. ആദ്യം NDA തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്ന് ശ്രീ ജോർജ് ഫെർണാണ്ടസിൻ്റെ നേതൃത്വത്തിൽ അദ്ദേഹം കൺവീനറായിട്ട്, അദ്ദേഹം സമതാ പാർട്ടിയുടെ നേതാവ്, അദ്ദേഹം കൺവീനറായിട്ട് NDA രൂപീകരിച്ചപ്പോൾ BJP കഴിഞ്ഞ ആദ്യത്തെ പാർട്ടി ശിവസേന. അപ്പോൾ ഈ കഴിഞ്ഞ ഇത്രയും വർഷം ഭാരതീയ ജനതാ പാർട്ടിക്കൊപ്പം ഉറച്ചു നിന്ന പല ഘടകകക്ഷികളും വിട്ടുപിരിഞ്ഞു പോയി. ധാരാളം കക്ഷികൾ AIADMK ഉൾപ്പെടെ, ജയലളിത ഉൾപ്പെടെ ഉറച്ചു നിന്ന ജയലളിത ഉൾപ്പെടെ, ഇപ്പോൾ രണ്ടാമത് തിരിച്ചു വന്ന ചന്ദ്രബാബു നായിഡു ഉൾപ്പെടെ ഒക്കെ
NDA BJP നേതൃത്വത്തെ തള്ളിപ്പറഞ്ഞു പോയപ്പോഴും ഉറച്ചു നിന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് അന്നും ഇന്നും ശിവസേന. അതുകൊണ്ട് ശിവസേനയ്ക്ക് ആവശ്യമായ അർഹമായ പ്രാതിനിധ്യം നൽകണമെന്ന് BJP നേതൃത്വത്തോട് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് 15 സീറ്റുകൾ, കുറഞ്ഞത് 15 സീറ്റുകൾ വേണം എന്ന ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത്. അതിൽ പ്രാഥമികമായി ആദ്യത്തെ സ്ഥാനാർത്ഥി പട്ടിക നമ്മൾ ഇവിടെ അനൗൺസ് ചെയ്യുകയാണ്. തിരുവനന്തപുരത്ത് സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പേരൂർക്കട ഹരികുമാർ മത്സരിക്കും. അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുകയാണ്. തിരുവനന്തപുരത്ത് 3 അസംബ്ലി മണ്ഡലങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. അതിലേതെങ്കിലും ഒരു മണ്ഡലത്തിൽ അദ്ദേഹം മത്സരിക്കുന്നതാണ്. രണ്ടാമത് സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാജീവ് രാജധാനി, അദ്ദേഹം മത്സരിക്കും. അദ്ദേഹത്തിന് കൊല്ലം ജില്ലയിലാണ് സീറ്റ് ചോദിച്ചിട്ടുള്ളത്. മൂന്നാമത് ഞാൻ തന്നെയാണ്, എൻ്റെ പേരാണ് TR ദേവൻ. എറണാകുളം ജില്ലയിലാണ് സീറ്റ് ചോദിച്ചിരിക്കുന്നത്. നാലാമത് അഡ്വക്കേറ്റ് സാം ഐസക്, അദ്ദേഹം പാർട്ടിയുടെ കോർ കമ്മിറ്റി അംഗമാണ്. സാം ഐസക്കാണ് 4ാമത്തെ സ്ഥാനാർത്ഥിയായിട്ട് നമ്മൾ ഇന്നിവിടെ പ്രഖ്യാപിക്കുന്നത്. 5 ശ്രീ അനിൽ ദാമോദർ, തൃശ്ശൂർ സ്വദേശിയാണ്, ഈ വേദിയിലുണ്ട്. അനിൽ ദാമോദറിന് തൃശ്ശൂർ നമ്മൾ സീറ്റ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ 5 സ്ഥാനാർത്ഥികളെ ഇന്ന് ശിവസേന പ്രഖ്യാപിക്കുകയാണ്. അവർക്ക് പ്രയോറിറ്റി നൽകേണ്ട സീറ്റുകളും NDA നേതൃത്വത്തോട് ചോദിച്ചിട്ടുണ്ട്. അത് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാക്കി 10 സീറ്റുകൾ വിവിധ ജില്ലകളിലായിട്ട് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട്.